എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണതും ധാരാളം പാസഞ്ചർമാരും യാത്രക്കാരും അതുപോലെ നിലത്ത് താഴെ യാതൊന്നും അറിയാതിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും പിന്നെ സാധാരണക്കാരും ഒക്കെ മരിച്ച സംഭവം നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങൾ പിന്നീടും അതായത് അതിന് അഹമ്മദാബാദിൽ ആ ഇൻസിഡൻറ്റിന് ശേഷം പല വട്ടം ബോയിംഗ് വിമാനങ്ങൾ സാങ്കേതിക തകരാറ് കാരണം പെട്ടെന്ന് ഇറക്കി യാത്ര വൈകി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എംപിമാർ രക്ഷപ്പെട്ട തലനാരിഴയ്ക്കാണ്. എയർ ഇന്ത്യയുടെ AI 2455 എന്ന വിമാനം വൈകുന്നേരം 7:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. ഏകദേശം അരമണിക്കൂർ വൈകി 7:55 പുറപ്പെട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് അനൗൺസ് ചെയ്യുകയാണ് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട്, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്നിട്ട് ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി തേടുന്നു. പക്ഷേ വിമാനത്തിൽ ഇന്ധന ടാങ്ക് നിറച്ച് ഇന്ധനമുണ്ട്. അതുകൊണ്ട് ആ ഇന്ധനം കത്തിച്ച് കളയാൻ ഗോ അറൗണ്ട് എന്ന് പറയുന്ന ആ വിമാനത്താവളത്തിന് മുകളിൽ ഏകദേശം 1 മണിക്കൂറോളം ഈ വിമാനം പറക്കുന്നു. എന്നിട്ട് വീണ്ടും റൺവേയിലേക്ക് അടുക്കുന്നു. അപ്പോഴും വിമാനം താഴെ ഇറക്കാൻ അനുമതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. മറ്റൊരു വിമാനം ആ റൺവേയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് താഴെ ഇറക്കാൻ അല്ലെങ്കിൽ നിലത്തിറക്കാൻ കഴിയാതിരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, യാത്രക്കാരും പറയുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ എയർ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല, ചെന്നൈ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് വിമാനം വീണ്ടും ഉയരേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എയർ ഇന്ത്യ വിമാനം ഇങ്ങനെ താഴ്ന്നു വരുന്നു. റൺവേയുടെ അടുത്ത് ഇപ്പോൾ നിലത്തിറങ്ങാം, നിലത്ത് മുട്ടും എന്ന അവസരം വരുമ്പോഴേക്കും അത് സാധിക്കാതെ വീണ്ടും വിമാനം പറന്ന് ഉയരുന്നു. പിന്നീടും കുറേ നേരം അന്തരീക്ഷത്തിൽ വട്ടം ചുറ്റിയ ശേഷമാണ് വിമാനം ചെന്നൈയിൽ ഇറങ്ങുന്നത്. ഏകദേശം 10:37 വിമാനം നിലത്ത് ഇറക്കി. ഇതിനകത്ത് ഉണ്ടായിരുന്ന എംപിമാരൊക്കെയാണ്? നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് MP ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ MP ഉണ്ടായിരുന്നു, K രാധാകൃഷ്ണൻ MP ഉണ്ടായിരുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന മറ്റൊരു തിരുനെൽവേലി MP-യും ഈ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ആകെ യാത്രക്കാർ 160 പേർ. ഞാൻ പറഞ്ഞു വരുന്ന ആ സംഭവത്തിൻ്റെ വിവരണമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 160 യാത്രക്കാരും കൊണ്ട് ഡൽഹിക്ക് പറന്ന വിമാനം പലതവണ ആകാശത്തിൽ വട്ടമിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കുന്നു. സാങ്കേതിക തകരാറാണ് കാരണം. ഈ എയർ ഇന്ത്യക്ക് ഇത് എന്തുപറ്റി? ടാറ്റ എന്ന വമ്പൻ കോർപ്പറേറ്റ് കമ്പനിയുടെ ഉള്ളതാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ ആദ്യം ടാറ്റയുടെ തന്നെയായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുത്തു. ഏവിയേഷൻ മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു. പിന്നീട് അത് വീണ്ടും ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. എയർ ഇന്ത്യ തന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അതിൻ്റെ ഉടമസ്ഥാവകാശം തിരിച്ച് സ്വന്തമാക്കി. എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? എയർ ഇന്ത്യ വിമാനം എന്ന ബഡ്ജറ്റ് വിമാനമാണ്. നമ്മുടെ പ്രവാസി മലയാളികൾക്ക് ഒരുപാട് ആശ്വാസമാണ് എയർ ഇന്ത്യയുടെ എയർബസ്. അതിനകത്ത് വരിക എന്ന് പറയുന്നത് ബഡ്ജറ്റ് യാത്രയ്ക്ക് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷമുള്ള വിമാനമാണ് എയർ ഇന്ത്യ. പക്ഷേ ഈ അടുത്ത കാലത്തായി എയർ ഇന്ത്യ ആ സൗഹാർദ്ദ മനോഭാവം അങ്ങ് ഉപേക്ഷിച്ച മട്ടാണ്. ഇപ്പോൾ തന്നെ ഫ്രീഡം ജേണി എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് വളരെയധികം വാഗ്ദാനങ്ങളും വാരിക്കോരി ചൊരിയുന്ന തരത്തിലുള്ള കുറേ പ്രഖ്യാപനങ്ങളൊക്കെ എയർ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും കടലാസിൽ വെള്ളത്തിൽ വരച്ച ജലരേഖകളാണ്, വെറും കടലാസ് പുലികൾ മാത്രമാണെന്ന് ഈ യാത്രക്കാർ തിരിച്ചറിയുന്നുണ്ട്. പ്രവാസികളോട് ചോദിച്ചാൽ അറിയാം എയർ ഇന്ത്യ യാത്രയിലെ ദുരിതം. എയർ ഇന്ത്യ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ പലപ്പോഴും കടലാസ് എടുത്ത് അവിടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാകുമല്ലോ, സീറ്റിൻ്റെ മുന്നേ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാകും, വിമാനത്തെക്കുറിച്ചും എയർ ഇന്ത്യയുടെ കുറിച്ചും ഒക്കെ പറയുന്ന ബുക്ക്ലെറ്റ്. അതെടുത്ത് വെച്ച് വീശിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം പല വിമാനങ്ങളിൽ AC ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. AC ശരിയായ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഇതിനകത്ത് അതിഭീകര ചൂടാണ്. വിമാനത്തിനുള്ളിൽ അതിഭീകര ചൂടായിരിക്കും. ജനാലയൊന്നും നമുക്ക് ബസ്സിനെ പോലെ ഷട്ടർ ഉയർത്തി വെക്കാനോ ജനാല തുറന്നിടാനോ ഗ്ലാസ് അങ്ങോട്ട് നീക്കി വെക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അതിഭീകര ചൂടാണ്. പിന്നെ ബജറ്റ് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല തള്ളും ഉണ്ടാകും. എല്ലാ സീറ്റും ഫില്ലായിരിക്കും, നിറഞ്ഞായിരിക്കും വരുന്നത്. എല്ലാ സീറ്റിലും ആളുണ്ടാകും. അപ്പോൾ നല്ല അതിഭീകരമായ ചൂടാണ് ഇതിനകത്ത്. അപ്പോൾ AC-യുടെ തകരാറുണ്ടാകും. പിന്നെ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മിന്നി മായുന്ന സംഭവം. ഈ ഭയങ്കര അധികം അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. ഏകദേശം 550ഓളം പരിഷ്കാരങ്ങൾ വിമാനങ്ങളിൽ വരുത്തി എന്നാണ് എയർ ഇന്ത്യ അവകാശപ്പെടുന്നത്. തിരിച്ച് സർക്കാരിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങൾക്ക്, അതായത് യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ സന്തോഷപ്രദമായ യാത്ര ദാനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുള്ള അവസരമൊരുക്കുന്നതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്നതിൻ്റെ അവകാശപ്പെടുമ്പോഴാണ് ഈ AC ഇല്ലാത്ത അവസ്ഥ. ഈ അഹമ്മദാബാദ് ദുരന്തത്തിൽപ്പെട്ട വിമാനം, ബോയിങ് വിമാനത്തിൽ പോലും അവിടെ ഗുജറാത്തിൽ ചെന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഇറങ്ങിയ ഒരു യാത്രക്കാരൻ പറയുന്നുണ്ട്, അതിനകത്ത് AC പ്രവർത്തിക്കുന്നില്ല, വൈദ്യുതി വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സിൽ നമ്മൾ വായിച്ചിരുന്നു. ഇങ്ങനെ ഈ നിരന്തരം
പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നു. പിന്നെ എന്താണ്, സാങ്കേതിക തകരാർ വരുന്നു, പലപ്പോഴും ലേറ്റ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ യാത്രക്കാരെ വലച്ചുകൊണ്ടിരിക്കുകയാണ് എയർ ഇന്ത്യ. ഇത് ആസൂത്രിതമാണോ? കൊടിക്കുന്നിൽ സുരേഷ് എം പി കഴിഞ്ഞ ദിവസത്തെ സംഭവം പറഞ്ഞു, ഇതൊന്നും അട്ടിമറി ശ്രമമൊന്നുമല്ല, സ്വാഭാവികമായിരിക്കാം. അടൂർ പ്രകാശ് എം പി പറയുന്നത് എന്താണ്, ഇതെൻ്റെ 3-ാം ജന്മമാണ്. കൊടിക്കുന്നിൽ പറയുന്നത് 2-ാം ജന്മമാണ്, 3-ാം ജന്മമാണ്. അടൂർ പ്രകാശ് എം പി മുമ്പ് കോന്നി MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം നദിയിൽപ്പെട്ട ഒരവസ്ഥയുണ്ട്. ഒരുപാട് ദൂരം ഒഴുകിപ്പോയിട്ട് പിന്നീടാണ് അദ്ദേഹം കരയ്ക്ക് എത്തുന്നത്. അതൊരു വലിയ അനുഭവമാണ് അദ്ദേഹത്തിന്. അതോ അങ്ങനെ ഒരിക്കൽ ജീവൻ കിട്ടി, ഇപ്പോൾ 2ാമത് ജീവൻ കിട്ടിയിരിക്കുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ സമാനമായ സാഹചര്യമാണ് ഈ വിമാനത്തിന് ഉണ്ടായെന്നാണ് പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ MP മാർ മാത്രമല്ല, ബാക്കി യാത്രക്കാർ, അവരുടെ ജീവൻ, അവരുടെ സുരക്ഷിതത്വം, ഇതൊക്കെ അവതാളത്തിലായേനെ. നിമിഷങ്ങളുടെ ഇടവേളകളിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് ഭാഗ്യമാണെന്ന് MP മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് എയർ ഇന്ത്യ വിമാനത്തിന് ഇത് നിരന്തരം ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞല്ലോ, KSRTC ബസ്സിൽ മാത്രം ലൈംഗിക അതിക്രമം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് എങ്ങനെ? അതുപോലെ തന്നെ എയർ ഇന്ത്യ വിമാനത്തിന് മാത്രം ഇങ്ങനെ ഒരു സാങ്കേതിക തകരാറിൻ്റെ പ്രശ്നവും റഡാർ സംവിധാനത്തിൻ്റെ പ്രശ്നവും എന്താണ്, ആകാശത്ത് വട്ടം ചുറ്റുകയും അടിയന്തര ലാൻഡിംഗ് ഒക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്തേടോ തനിക്കറിയില്ലേ, ബ്രിട്ടനിലെ യുദ്ധവിമാനം സാങ്കേതിക തകരാർ കൊണ്ട് തങ്ങളുടെ നാട്ടിലല്ലേ കുറേ കാലം പിടിച്ചിട്ടിരുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെ തകരാറുണ്ടാകുന്ന പല വിമാനങ്ങളുണ്ട്. പല കമ്പനികളും ഓടിക്കുന്ന വിമാനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ എയർ ഇന്ത്യ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കൂ, എത്രയാണ്? ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം, വിമാന ദുരന്തത്തിന് ശേഷം എത്ര സംഭവങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? എല്ലാം എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അട്ടിമറി ശ്രമമാണോ? എയർ ഇന്ത്യയെ തന്നെ താറടിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഗൂഢാലോചന നടത്തുന്നതാണോ? അതിനിടെ മറ്റൊരു വാർത്തയും പൊങ്ങി വരുന്നുണ്ട്. ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് നമ്മളൊക്കെ കണ്ടതാണ്, വായിച്ചതാണ്. ആ പ്രാഥമിക റിപ്പോർട്ട് മാത്രം പുറത്തുവിട്ട് മറ്റ് യഥാർത്ഥ വിവരങ്ങൾ എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നുവെന്ന ചോദ്യവും ഉയരുകയാണ് എയർ ഇന്ത്യക്ക് നേരെ. അപ്പോൾ എയർ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എന്താണ്, രാജ്യാന്തര തലത്തിലും നമ്മുടെ ആഭ്യന്തര തലത്തിലുമുള്ള വിമാന സഞ്ചാരത്തെ, ആ സഞ്ചാര മേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥ. എയർ ഇന്ത്യ ആശ്രയിച്ച് ദുബായിൽ നിന്നും, ഷാർജയിൽ നിന്നും, ഖത്തറിൽ നിന്നും, കുവൈറ്റിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് വരാനും കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്ന യാത്രക്കാരൊക്കെ ഇപ്പോൾ മറ്റ് വിമാനങ്ങളെ ആശ്രയിച്ചു തുടങ്ങി, മറ്റ് വിമാന കമ്പനികളെ ആശ്രയിച്ചു തുടങ്ങി. എയർ ഇന്ത്യക്ക് വമ്പൻ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എയർ ഇന്ത്യ തകർക്കാനുള്ള ഗൂഢനീക്കമാണോ? എയർ ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള പാരകളാണോ ഇതൊക്കെ നടത്തുന്നത് എന്ന ആശങ്കയും പരക്കുന്നുണ്ട്. ഏതായാലും എയർ ഇന്ത്യയിലെ യാത്ര അത്ര സുരക്ഷിതമല്ലെന്ന് യാത്രക്കാർ ഓരോരുത്തരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ അത് ആണയിട്ട് ഉറപ്പിക്കുന്നുമുണ്ട്.